കൃഷ്ണഞ്ച തത്പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ മായോപാത്തവിഗ്രഹം. ഹരേ ശരണമയ്യപ്പ. എല്ലാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങൾക്കും നൂറായിരം സ്നേഹപ്പൂക്കൾ. എങ്ങും എവിടെയും സന്തോഷം അലതല്ലുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. യസ് ദൃഷ്ടി തത് സൃഷ്ടി. എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതായിത്തീരും നിങ്ങൾ. അതാണ് ത ത്വ മസി. നീ അന്വേഷിക്കുന്നത് നീ കണ്ടെത്തിയിരിക്കും. അത് എന്തായാലും നമ്മളൊക്കെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും അന്വേഷിച്ച് അത് കണ്ടെത്തി അത് ജീവിക്കുന്ന സുകൃതികളാണ് നമ്മൾ. അതിന് സാക്ഷാൽ പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണൻ നമുക്ക് ദാനം നൽകിയതാണ് ശ്രീമദ് ഭാഗവതം. ഈ ഭാഗവതത്തിൽ ഭക്തനെ പ്രമോട്ട് ചെയ്യുന്ന പ്രമോഷണൽ ആക്ടിവിറ്റീസുകളിൽ വളരെ നല്ല ഒരു അധ്യായം വേദവ്യാസ ഭഗവാൻ വരച്ചു വച്ചിരിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ പരമാനന്ദ സംപ്ലുത, പരമാനന്ദ രസായനം അത് ഉണ്ണിപ്പിക്കാനാണ് പുള്ളിക്കാരൻ. എന്തിനാണ്? അധർമ്മത്തിലൂടെ യാത്ര ചെയ്യുന്ന മാനവരാശിയെ ധർമ്മത്തിൻ്റെ ശ്രേഷ്ഠമായ പാതയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് വേദവ്യാസ ഭഗവാൻ. അതിന് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ നവമസ്കന്ധത്തിലെ അംബരീക്ഷ ചരിതം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു പോവാം. അപ്പോൾ ആരാണ് ഭക്തൻ? ഈ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം, ഭക്തനും ഭഗവാനും തമ്മിലുള്ള കണക്ഷൻ, ആ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം സവിസ്തരം പ്രതിപാദിക്കുകയാണ് ശ്രീമദ് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രത്തിലൂടെ. ആ ബന്ധം എന്താണെന്ന് അറിയുമ്പോഴേക്കും നമ്മുടെ ജീവിതം സന്തോഷം, പരമസംതൃപ്തി, സച്ചിദാനന്ദത്തിൽ നമുക്ക് നീന്തിത്തുടിക്കാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ. വൈവസ്വത മനു പരമ്പരയിൽ നഭാഗപുത്രനായി ജനിച്ച ചക്രവർത്തിയായിരുന്നു അംബരീക്ഷൻ. അംബരീക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലാകാശത്തെ സ്വന്തമാക്കിയവൻ എന്നുള്ളതാണ്. നീലാകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തതയുടെ പ്രതീകമാണ്. ഇത് ഋഗ്വേദത്തിലാണ് പറയുന്നു. അങ്കുഷ്ടമാത്ര പുരുഷാന്തരാത്മ തദോ ജനാനാം ഹൃദയേ സന്നിവിഷ്ടം. ഈ നീലാകാശം അനന്തതയാണ്. ആ നീലാകാശത്തെയാണ് പരമേശ്വരനായി ചിത്രീകരിച്ചിരിക്കുന്നത്. ആ പരമേശ്വരമയമായ
ഹൃദയത്തോടുകൂടി ജീവിക്കുന്നവൻ എന്നുള്ളതാണ് അംബരീക്ഷൻ. അപ്പോൾ ഈശ്വരീയമായ ഒരു ബുദ്ധി, ഭഗവത് ബോധത്തിലാണ് ജീവിക്കുന്നത്. ഭഗവത് ബോധത്തിൽ ജീവിക്കാത്തതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അപചയം എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഭഗവത് ബുദ്ധിയിലും ഭഗവത് ബോധത്തിലും ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷ സംതൃപ്തി ജീവിതം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ അംബരീക്ഷ ചക്രവർത്തി എല്ലാ നന്മകളുടെയും ഒരു മൂർത്തിമത് ഭാവമാണ്. ശക്തനായ ഒരു ഗൃഹസ്ഥാശ്രമ ധർമ്മിയാണ്. അതുപോലെ തന്നെ കർമ്മം, ചക്രവർത്തി എന്ന കർമ്മത്തിൽ സ്തുത്യർഹമായ സേവനമാണ് ഇദ്ദേഹം നടത്തി വരുന്നത്. ഒപ്പം ബ്രഹ്മനിഷ്ഠനാണ്, ശ്രേഷ്ഠമായ ഭക്തനാണ്. ആ പരമ്പര, ഈ പരമ്പരയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മണ്യേവ സംസിദ്ധ മസ്ഥിത ജനകായച ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, 3-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകത്തിലാണ് കർമ്മണ്യേവ സംസിദ്ധ മസ്ഥിത ജനകായച. ജനകാദികളിൽ തുടങ്ങി അംബരീക്ഷനിലെത്തിയ ആ പരമ്പര എന്താണ്? ലോകസംഗ്രഹമേവ അപി സംപശ്യൻ കർത്തുമർഹസി. ഞാനിതാ പ്രവർത്തിക്കുന്നു. എന്തിന്? ലോകനന്മയ്ക്കായിക്കൊണ്ട് ഭഗവാൻ പ്രവർത്തിക്കുന്നു. അതുപോലെയാണ് ജനകാദി തുടങ്ങി അംബരീക്ഷനിലെത്തിയ ഈ പരമ്പര. ആ പരമ്പരയാണ് വന്ദേ ഗുരുപരമ്പര എന്നിലും എത്തിയിരിക്കുന്നത്. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സദാശിവനിൽ തുടങ്ങി വേദവ്യാസ ഋഷിയിലൂടെ, ശങ്കരാചാര്യനിലൂടെ, തപോവനാനന്ദ സ്വാമികളുടെ, സംപൂജ്യ ഗുരുദേവ് സ്വാമി ചിന്മയാനന്ദ മഹാരാജിലൂടെ, സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളിലൂടെ എന്നിലെത്തിയ ഈ മഹത് സംസ്കൃതി, അതാണ് ഇവിടെ ഈ കർമ്മണ്യേവഹി സംസിദ്ധ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛൻ ശംഭുവാധ്യായർ, ഇദ്ദേഹം എന്നെ പഠിപ്പിച്ച ഭാഗവത ധർമ്മമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ അംബരീക്ഷൻ ആരാണെന്ന് നമുക്ക് ഈ ശ്രീമദ് ഭാഗവതത്തിൽ ഒന്ന് ദർശിക്കാം. ആരാണ് അംബരീക്ഷൻ? നവമസ്കന്ധം 4-ാം അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകത്തിൽ വാസുദേവോ ഭഗവതി തദ്ഭക്തേഷു ച സാധുഷു പ്രാപ്തോ ഭാവം പരം വിശ്വം യോനേദം ലോഷ്ടവത് മൃതം. വാസുദേവോ ഭഗവതി. ഈ ഭഗവതി എന്നുള്ളത് ദേവിക്കാണ് സാധാരണ മലയാളികളായ നാം ഉപയോഗിക്കുക. എന്നാൽ ഭഗവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ വേദവ്യാസ ഭഗവാൻ വാസുദേവോ ഭഗവതി എന്നുള്ളതാണ്. വാസുദേവനെയാണ്, സാക്ഷാത് ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണ് ഇവിടെ ഭഗവതി എന്ന് പറഞ്ഞ് സർവഭഗങ്ങളുടെയും, ഭഗവെന്ന് പറഞ്ഞ ഐശ്വര്യം, ഈ പ്രപഞ്ചത്തിൽ ശബ്ദസ്പർശ രസരൂപാദി ഗന്ധാദികളിലൂടെ നാം അനുഭവിക്കുന്ന സർവ ഐശ്വര്യങ്ങളുടെയും പതി
എന്നുള്ളതാണ് ഭഗവതി എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി മുതൽ ഇതങ്ങോട്ട് മനസ്സിലാക്കുക. അപ്പോൾ വാസുദേവോ ഭഗവതി, അവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രാപ്തോ ഭാവം പരം, പരം ഭാവം. ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സർവോത്കൃഷ്ട ഭാവത്തെ, പരമഭാവത്തെ അവനവൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ലോഷ്ടവത് സ്മൃതം മണ്ണാങ്കട്ട പോലെയാണ് ഈ ഭൗതികമായ സർവ്വതും എന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വ്യക്തിയാണ് ഈ അംബരീക്ഷൻ. അപ്പോൾ ഭൗതികമായ സർവ്വസുഖ സൗകര്യങ്ങൾക്കും ഇവയൊക്കെ മണ്ണാങ്കട്ട പോലെ തൃണവൽക്കരിച്ച് വാസുദേവോ ഭഗവതി, ഈ ഭൗതികമായ സർവത്തിൻ്റെയും അധിപതി വാസുദേവനെന്ന് ഉൾക്കൊള്ളുകയാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീത. സമലോഷ്ടാസ്മ കാഞ്ചന, മണ്ണാങ്കട്ടയും കരിക്കട്ടയും സ്വർണ്ണക്കട്ടിയും ഒരുപോലെ ദർശിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് ഉയർന്ന ചൈതന്യത്തെയാണ് അംബരീക്ഷൻ എന്ന് പറയുന്നത്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാപ്രപദ്യതേ വാസുദേവ സർവമിതി സമാഹാത്മ്യ സദുർലഭ. ഭഗവാൻ ഭഗവത്ഗീതയിൽ 7-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകത്തിൽ പറയും, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാപ്രപദ്യതേ വാസുദേവ സർവമിതി സമാഹാത്മ്യോ സദുർലഭോ. വളരെ ദുർലഭമാണ് വാസുദേവു ഭഗവതി എന്ന നിലയിലേക്ക് ഉയർന്ന ഈ അംബരീക്ഷനെ പോലെയുള്ള ഭക്ത ശിരോമണി. നമുക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷ്ണു സഹസ്രനാമം പഠിച്ച് ദിവസേന രാവിലെയും വൈകുന്നേരവും ചൊല്ലണം. നമ്മൾ ചൊല്ലുന്നു കേട്ടിട്ട് വേണം നമ്മുടെ ഭാര്യ ഇത് പഠിക്കാൻ, നമ്മുടെ ഭാര്യയും നമ്മളും ചൊല്ലുന്നു കേട്ടിട്ട് വേണം നമ്മുടെ മക്കളിത് പഠിക്കാൻ. അപ്പോൾ മാത്രമേ അവരുടെ ജീവിതത്തിന് യഥാർത്ഥമായ ഒരു ദിശാബോധം കൈവരികയുള്ളൂ. മനോജവ തീർത്ഥകരോ വസുരേതാ വസുപ്രദോ വാസുദേവോ വസുമനാഗവിധി സദ്ഗതി സത്കൃതി സത്ത സദ്ഭൂതി സത്പരായണ ശൂരസേന യദുശ്രേഷ്ഠ സന്നിവാസ സുയാമുന. ഇവിടെ ഇത്രയേ ഉള്ളൂ. മനോജപ തീർത്ഥകരോ, മനസ്സിൻ്റെ ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് പുറത്തു കടക്കാനുള്ള ഒരു ബ്രിഡ്ജാണ്, ഒരു മാർഗമാണ് ഈ വാസുദേവൻ എന്നുള്ളതാണ് ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മ പിതാമഹര് വിഷ്ണു സഹസ്രനാമത്തിൽ റിട്ടണായി എഴുതി വെച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കിത് അവനവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. സദ്ഗതി സത്കൃതി സത് ഏറ്റവും നല്ല ഗതിയാണ്. അപ്പം ഭഗവത് ആരാധന ലക്ഷ്യമാക്കി അംബരീക്ഷ മഹാരാജാവ് സഹധർമ്മിണിയോടൊപ്പം ഒരു വർഷം ഒരു വ്രതം ആചരിക്കാൻ തീരുമാനിച്ചു. ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നിഷ്ഠയാണ് ദ്വാദശി വ്രതം. ഈ ദ്വാദശി വ്രതം സഹധർമ്മിണി സമേതനായിട്ടാണ് ആചരിക്കേണ്ടത്. ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ സ്വപത്നിക്ക് അർദ്ധനാരീശ്വര സങ്കല്പം, ശ്രീപതിയാണ് മഹാവിഷ്ണു, മഹാലക്ഷ്മിയുടെ ഭർത്താവാണ്. അങ്ങനെയുള്ള ശ്രീപതിയെ
ഉപാസന ചെയ്യുന്ന ആ ദ്വാദശി വ്രതം ആരംഭിച്ചു. അതിൻ്റെ ഒടുവിൽ ബ്രാഹ്മണ ശ്രേഷ്ഠരോടൊപ്പം പാരണ നടത്താൻ ആ ചടങ്ങുകളൊക്കെ ആരംഭിച്ചപ്പോഴാണ് സാക്ഷാൽ ദുർവാസാവ് ധാരാളം ബ്രാഹ്മണ ശ്രേഷ്ഠരോടൊപ്പം അതിഥിയായി അവിടത്തോട്ട് കടന്നു വരുന്നത്. അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണിക്കാതെ കടന്നു വരുന്നവൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊക്കെ ഇവിടെ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും അതിഥി തൊഴിലാളികൾ എന്നാണ് പറയുന്നത്. പൂർണ്ണമായും തെറ്റാണത്. അവരൊക്കെ നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവരുന്നതാണ്. അതിഥി എന്ന് പറഞ്ഞാൽ ക്ഷണിക്കാതെ വരുന്നവൻ എന്നാണ്. ഈ ദുർവാസാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാണ്. പക്ഷേ എനിക്ക് ദുർവാസാവിനെ വ്യക്തിപരമായി വളരെയധികം ഇഷ്ടമുള്ള ഒരു ഋഷിയാണ്. എൻ്റെ ഗുരുവാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. ഒരു സ്ഥലത്ത് ഇദ്ദേഹം പ്രഭാഷണം നടത്തി ഇങ്ങ് വരുന്ന സമയത്ത് ഒരു കുഞ്ഞ് വിളിച്ചു, സ്വാമി അവിടെ നിൽക്ക് സ്വാമി പറഞ്ഞു. ആ എന്താ ചോദിച്ചു. സ്വാമി ദുർവാസാവാണോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ അർത്ഥം മനസ്സിലായല്ലോ. അല്ല, ഞാൻ സത്യാനന്ദ സരസ്വതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്താ ഈ ദുർവാസാവിനെ ഇത്ര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം എന്തോ ഒരു നിസ്സാര കാരണം വെച്ച് ദുർവാസനകളെ ഇല്ലാതാക്കി സദ്വികാരങ്ങളെ വികസിപ്പിക്കുന്നവൻ എന്നുള്ളതാണ് ദുർവാസാവ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ. ദേവന്മാരെയൊക്കെ അടച്ചങ്ങട്ട് ശപിച്ചു കളഞ്ഞു ദുർവാസാവ്. ജരാനര ബാധിക്കട്ടെ എന്ന് ദേവന്മാരൊക്കെ കുടുങ്ങി. ഈ ദേവന്മാരൊക്കെ ഇതിന് പരിഹാരമായി അമൃത് ഉണ്ടാക്കാന്മാരായി, അമൃത് ഉണ്ടാക്കിയായി. അങ്ങനെ ഈ അമൃത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇത് അസുരന്മാർ തട്ടിയെടുത്തു. അസുരന്മാരുടെ കയ്യിൽ നിന്നും അമൃത് തിരിച്ചു വാങ്ങിക്കാൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ മോഹിനിയായി അവതരിച്ചു. ഈ അതീവ സുന്ദരിയായ മോഹിനിയെ പരമേശ്വരൻ പുണർന്നു കഴിഞ്ഞപ്പോഴാണ് അദ്വൈതാമൃതവർഷിണിയായ കൊച്ചു കേരളത്തിൽ ശങ്കരാചാര്യർ അവതരിച്ച കേരളത്തിൽ സാക്ഷാൽ അയ്യപ്പസ്വാമി അവതരിച്ചത്. അയ്യപ്പസ്വാമി ഇവിടെ അവതരിച്ചത് കൊണ്ടാണ് എൻ്റെ ജന്മം ധന്യമായത്. മണികണ്ഠൻ എന്ന പേര് തന്നെ എനിക്ക് ലഭിച്ചത്. എൻ്റെ അച്ഛൻ അവിടെ മേൽശാന്തിയായതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ കീഴ്മേൽ മറിച്ചത്. അപ്പോൾ ജന്മത്തിന് മുന്നേ തന്നെ അയ്യപ്പോപാസകനായി എനിക്ക് ജനിക്കാൻ സാധിച്ചത് ഈ ദുർവാസാവ് പാലാഴി മഥനം വരെ എത്തിച്ചതും ഈ ദുർവാസാവ് ഋഷി ആയിരുന്നു. അപ്പോൾ ദുർവാസാവ് വന്നു കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തെ രാജോപചാരം കൊണ്ട് എല്ലാം ഈ ബ്രഹ്മദേവനെ പൂജിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാനിത് പോയിട്ട് സ്നാനം ചെയ്ത് വരാം, വഴിയിൽ ചില അശുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കാളിന്തി നദിയിൽ സ്നാനം ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ശിഷ്യന്മാരോടൊപ്പം ചില തമാശകളൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് മുഹൂർത്തം തെറ്റുന്നതുകൊണ്ട് അംബരീക്ഷൻ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോടൊക്കെ ആലോചിച്ചുകൊണ്ട് പാരണ വീട്ടി. അപ്പോൾ ജലപാനം കുടിക്കുക എന്ന് പറയും. കയ്യിൽ തീർത്ഥജലം എടുത്ത് ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ഇങ്ങനെ സപ്ത നദികളെയും ആവാഹിച്ച് തുളസിപ്പൂവും ഇട്ട് ഇത് കുടിക്കുന്നതിനെയാണ് ജലപാനം. അപ്പോൾ ആഹാരം കഴിച്ചോ? ഇല്ല. കഴിച്ചില്ലേ? കഴിച്ചു. ഇങ്ങനെ രണ്ടിലും കൂടാത്ത ഉത്തരം കിട്ടും. ഇതങ്ങോട്ട് വായിൽ കുടിക്കുകയും ഈ സന്ദർഭത്തിൽ നമ്മുടെ ദുർവാസാവും ശിഷ്യന്മാരും എത്തി. വല്ലാതെ ദേഷ്യം വന്നു.
അതിഥിയെ ആഹാരത്തിന് ക്ഷണിച്ച് ബ്രാഹ്മണശ്രേഷ്ഠനായ എന്നെ കൂടാതെ നിങ്ങൾ ആഹാരം കഴിച്ചു അല്ലേ എന്ന് ചോദിച്ചു. ദേഷ്യം വന്നു. അദ്ദേഹത്തിൻ്റെ ജഡ അഴിച്ചു. അതിൽ നിന്നും ഒരു രോമെടുത്ത് ക്രോധം കൊണ്ട് ഭൂമിയിലോട്ട് വലിച്ച് എറിഞ്ഞു. അപ്പോൾ തന്നെ കൃത്യ എന്ന് പറഞ്ഞ ഒരു അതിഭീകരമായ യക്ഷി അവിടെ മുന്നിൽ അവതരിച്ചു. കയ്യിൽ വാളുമായി അവതരിച്ചു കഴിഞ്ഞപ്പോൾ ദുർവാസാവ് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചു അംബരീക്ഷനെ. അപ്പോൾ അംബരീക്ഷൻ്റെ തലയെടുക്കാനായിക്കൊണ്ട് അംബരീക്ഷൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ അംബരീക്ഷൻ മുന്നോട്ട് പോയില്ല, പിറകോട്ട് പോയില്ല, ഇടത്തോട്ട് പോയില്ല, വലത്തോട്ട് പോയില്ല. ഒരു തരി പോലും ചലിക്കാതെ സാക്ഷാൽ വൈകുണ്ഠവാസിയായ ആ മഹാവിഷ്ണുവിൻ്റെ ഭുവനമോഹന മന്ദഹാസത്തെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ മഹാവിഷ്ണു തൻ്റെ ഭക്തനായ അംബരീക്ഷത്തിന് പണ്ടേ ഒരു കവചം കൊടുത്തിരുന്നു. നാരായണ കവചം പോലുള്ള സുദർശന കവചം കൊടുത്തിരുന്നു. ഈ സുദർശനം കൃത്തികയെ നിമിഷം കൊണ്ട് ഭസ്മമാക്കി. കൃത്തിക ഒരു രോമത്തിൽ നിന്നും കൃത്തികയെ സൃഷ്ടിക്കാൻ കഴിവുള്ള ആ ദുർവാസാവ് ഋഷിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് സുദർശനം നീങ്ങി. അപ്പോൾ ഒരു കൈകൊണ്ട് വസ്ത്രവും മറു കൈകൊണ്ട് ഈ ജഡ അഴിച്ചിട്ടുള്ള ജഡയും പിടിച്ച് ദുർവാസാവ് ഓട്ടം ആരംഭിച്ചു. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവനം കൊണ്ട് ഓടി നേരെ ദേവേന്ദ്രൻ്റെ അടുക്കലോട്ട് പറഞ്ഞു, ശരണമയ്യപ്പ, ഇതാരാണ്? ദുർവാസാവല്ലേ വരുന്നു, ഇരിക്കൂ. അയ്യോ, ഇരിക്കാനല്ല വന്നത്, പിറകിൽ സുദർശനുണ്ട്. അയ്യോ, സുദർശനമുണ്ടെങ്കിൽ ശരണമയ്യപ്പ പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോളൂ, എന്നെ കൂടി ഡിഷ് അടിച്ചു കളയും, അത് നേരെ പൊക്കോളൂ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് എന്ന്. അവിടെ നേരെ ബ്രഹ്മലോകത്തിൽ പോയി ബ്രഹ്മാവിനെ കണ്ടു. ശരണമയ്യപ്പ, ഇതാരാണ്? ദുർവാസാവല്ലേ, ഇരിക്കൂ. അദ്ദേഹത്തെ ആചാരങ്ങളോട് ഒന്നും വേണ്ട, പിറകിൽ നോക്കിയാൽ മനസ്സിലാവും, അയ്യോ ഇത് സുദർശനമല്ലേ, ഇവിടെ നിൽക്കണ്ട, നേരെ പരമേശ്വരൻ്റെ അടുത്തോട്ട് പോകുന്നു. നേരെ പരമേശ്വരൻ്റെ അടുത്തോട്ട് പറയുന്നു, ശിവ ശിവ ശംഭോ ക്ഷന്തവ്യം മേ പരാധ ശിവ ഭോ ശ്രീ മഹാദേവ ശംഭോ. ക്ഷമിക്കണം, അങ്ങയുടെ പിറകിലുള്ളത് സുദർശനമല്ലേ? അതെ, അതാ ഞാൻ ഇങ്ങോട്ട് വന്ന്, എന്നെ രക്ഷിക്കണം, എനിക്കിതാവില്ല, ഇത് മഹാവിഷ്ണുവിൻ്റെ ആണ്, നേരെ വൈകുണ്ഠത്തിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. അവിടെ നിന്നും ഓടി, കേട്ട പാതി കേൾക്കാത്ത പാടി, ഒരു കൈ കൊണ്ട് ഈ വസ്ത്രവും പിടിച്ച് മറു കൈ കൊണ്ട് കുടുമയും പിടിച്ച് നേരെ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഓടി. മഹാവിഷ്ണുവിനെ ചെന്ന് നമസ്കരിച്ചു. രക്ഷിക്കണം, പിറകിൽ അങ്ങയുടെ സുദർശനം എന്ന് പറയുന്നു. ഈ സന്ദർഭത്തിൽ ശംഖുചക്ര ഗദാ പങ്കജങ്ങളോടുകൂടിയ പുഞ്ചിരി തൂകിക്കൊണ്ട് മഹാവിഷ്ണു ഈ ബ്രഹ്മദേവനായ ദുർവാസാവിനോട് പറയുന്ന ഒരു നല്ല ശ്ലോകമുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. അപ്പോൾ ഗുരുവായൂരപ്പൻ നേരിട്ട് പറയുകയാണ്, നമ്മളോട് പറയുകയാണ് ഞാൻ ആരാണ് എന്ന്. ഭക്തനോട് പറയുകയാണ് ഗുരുവായൂരപ്പൻ ആരാണെന്ന്. നമുക്കറിയാം, നവമസ്കന്ധത്തിലാണ്. നവമസ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകത്തിൽ ഗുരുവായൂരപ്പൻ നേരിട്ട് ഗുരുവായൂർ ശ്രീരകത്തെന്ന് പറയുകയാണ് ഈ മന്ത്രം. ശ്രീമദ് ഭാഗവത്തിൽ റിട്ടണായിട്ട് വേദവ്യാസ ഭഗവാൻ എഴുതി വച്ചിരിക്കുകയാണ്. മഹാവിഷ്ണു ഒരു രോമത്തിൽ നിന്ന് കൃത്തികയെ സൃഷ്ടിക്കാൻ കഴിവുള്ള, സർവ്വദേവന്മാർക്കും ജരാനര കൊടുക്കാൻ കഴിവുള്ള അതീവ ശക്തനായ ബ്രാഹ്മണനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ശരണമയ്യപ്പ, അഹം ഭക്തപരാധീനോ
ഹ്യസ്വതന്ത്ര ഇവദ്വിജ സാധുഭിർഗ്രസ്തഹൃദയോ ഭക്തേ ഭക്ത ജനപ്രിയ ഭക്ത ജനപ്രിയ ഭക്തേർ. ഇപ്പുറത്ത് നിൽക്കുന്നത് ഭക്തേർ ഭക്തജനപ്രിയ, ഭക്തന്മാരുടെ ഭക്തജനപ്രിയനാണ് ഞാൻ. അതുകൊണ്ട് ഹേ ദ്വിജവര, ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങയ്ക്കെല്ലാം അറിയുന്നതല്ലേ, ഞാൻ ഈ സുദർശനം തൊടുത്ത് വിട്ട് കഴിഞ്ഞു. ഞാനിത് കൊടുത്തു. ആർക്ക്? അംബരീക്ഷന് ഞാനിത് കൊടുത്തു. അഹം ഭക്തപരാധീനോ, ഞാൻ ഭക്തന്മാരുടെ അധീനനാണ്. നമ്മളൊക്കെ എന്താ പറയാ? അഹം ഭാര്യാപരാധീനോ, ഞാൻ ഭാര്യയുടെ അടിമയാണ്. മലയാളത്തിൽ പറഞ്ഞ പെൺകോന്തനാണ്. ഞാൻ ഭാര്യയുടെ അധീനതയിലാണ്. ഇതാണ് നമ്മൾ പറയുക. നമുക്കറിയാലോ, ഹേ മനുഷ്യ, നട്ടല് വേണമെന്ന് പറയാട്ടോ. നോട്ടത്തിൽ അടിമുടി ഭസ്മമായി ഇരുന്ന ഇരിപ്പിൽ 14 മണിക്കൂർ ഇരിക്കാൻ കഴിവുള്ളവരാണ് നമ്മളൊക്കെ എന്ന് നമുക്കറിയാലോ. അപ്പം നമ്മളൊക്കെ പറയാം എന്താണ്? അഹം ഭാര്യാപരാധീനോ എന്ന്. മഹാവിഷ്ണു ഇവിടെ പറയുന്നു അഹം ഭക്തപരാധീനോ, ഞാൻ ഭക്തന്മാരുടെ പരമമായ അധീനതയിലാണ്, ഞാൻ അസ്വതന്ത്രനാണ്. ആരാ പറയുന്നത് ഇത്? മഹാവിഷ്ണു. അതുകൊണ്ട് ഭഗവത് ഭക്തനാകാൻ നമ്മളൊക്കെ ശ്രമിക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും. എന്തിന്? ജീവിതം മധുരതരമാക്കാൻ. യശോദാമ്മ പണ്ട് കൃഷ്ണനെ ഉരലിൽ കെട്ടിയിടാൻ ഒരു ചരടിന് വേണ്ടി 100,000 ചരടുകൾ കൂട്ടിക്കെട്ടിയപ്പോഴും എത്തിയില്ല. പ്രേമാദാമം കൊണ്ടന്നമ്മ കെട്ടിയിട്ടു, പ്രേമാദാമം കൊണ്ടന്നമ്മ കെട്ടിയിട്ടു. യശോദാമ്മ പ്രേമമാകുന്ന ചരട് കൊണ്ട് എന്നെ കെട്ടിയിട്ടത് കൊണ്ടല്ലേ എനിക്ക് ദാമോദരൻ എന്ന പേര് പോലും കിട്ടിയത്. അതുകൊണ്ട് ഭഗവത് ഭക്തിയാകുന്ന പ്രേമം കൊണ്ട് നമുക്ക് ഗുരുവായൂരപ്പനെ നമ്മുടെ ഹൃദയഗുഹാക്ഷേത്രത്തിൽ കെട്ടിയിടാൻ സാധിക്കും. കാരണം ഭഗവാൻ പറയുന്നത് എന്താണ്? അഹം ഭക്തപരാധീനോ. നമുക്കും ഈ പ്രേമമായ പാശം കൊണ്ട് ഗുരുവായൂരപ്പനെ കെട്ടിയിടാൻ സാധിക്കും. എന്നിട്ടോ സാധുഭിർഗ്രസ്തഹൃദയോ, ധർമാചരണം. എന്താണ് ധർമാചരണം? ധാരയത് ഇതി ധർമ്മ, പുത്രധർമ്മം, പിതൃധർമ്മം, ഭാര്യാധർമ്മം, ഭർത്തൃധർമ്മം, സുഹൃദ്ധർമ്മം, പൗരധർമ്മം മുതലായ ധർമാചരണം ആചരിക്കുന്നവർ അവരോ യോഗ കർമ്മസുകൗശലം. അങ്ങനെ കർമാചരണം ആരംഭിക്കുന്നത് ഓരോരോ സ്വകർമ്മണ തമഭ്യർച്ച. അവർ സ്വന്തം ജീവിതത്തിൽ എന്താണോ ആചരിക്കേണ്ടത് അതുകൊണ്ട് എന്നെ അർച്ചിക്കണം എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. സ്വധർമ്മം അപിജാപേക്ഷ ന വികമ്പിതുമർഹസി. ഭഗവാൻ ഭഗവത്ഗീതയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, അവനവൻ ചെയ്യേണ്ട കർമ്മത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത് എന്ന് പറയുന്നത്. അപ്പോൾ സ്വധർമ്മം അപിജാപേക്ഷ ന വികമ്പിതുമർഹസി. ഇവരാൽ ഇങ്ങനെ അവനവനിൽ വിഹിതമായ കർമ്മം ആചരിക്കുന്നവരാൽ ഞാൻ വശീകരിക്കപ്പെട്ടവനാണ്. ഇങ്ങനെ സാധു എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കർമ്മം അനുഷ്ഠിക്കുന്നവൻ. അവനാണ് മരിച്ചു കഴിഞ്ഞാലും സ്വന്തം ധർമ്മം
ഉപേക്ഷിക്കില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നവനാണ് സാധു. എന്താണ്? മരിച്ചു കഴിഞ്ഞാലും അവനവൻ്റെ കർമ്മം, സ്വകർമ്മം ഉപേക്ഷിക്കില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നവനാണ് സാധു. അപ്പോൾ സാധുബിർഗ്രസ്തഹൃദയോ, ഇവരാൽ ഞാൻ വശീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. അവരാൽ, ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ഭക്തന്മാര്, എൻ്റെ ഭക്തന്മാരാൽ ഞാൻ വശീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടോ അഹം ഭക്തപരാധീനോ. പരാധീനോ, എന്താണ് പരാധീനോ? ഇവരാണ് എൻ്റെ സുപ്രീം അതോറിറ്റി. വൈകുണ്ഠവാസിയായ, പാലാഴിവാസിയായ മഹാവിഷ്ണു പറയുകയാണ്, ഇവരാണ് പരാധീനോ, എൻ്റെ സുപ്രീം. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അണുകിട അനങ്ങാൻ എനിക്ക് സാധിക്കില്ല. ആരാ ഇത് പറയുന്നത്? മഹാവിഷ്ണുവാണ്. ഭക്തനാണ് എൻ്റെ സുപ്രീം. 12ാം അധ്യായമായ ഭക്തിയോഗത്തിൽ ഭഗവാൻ 34ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സാന്തോഷ്ട സദതം യോഗി യഥാത്മാ ദൃഢനിശ്ചയാ. ശ്രദ്ധിക്കൂ, മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയ. മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ച യോ മത്, അതുപോലെയുള്ള ഭക്തൻ സമേ. ഗുരുവായൂരപ്പൻ പറയുന്നു, ഗുരുവായൂരപ്പന് സമമാണ്. അവരെനിക്ക് പ്രിയപ്പെട്ടവരാണ്. പ്രിയോ, ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ടവരാരാണെന്ന് ഭഗവാൻ പൂർണ്ണാവതാരമെടുത്തിട്ട് ഭഗവത്ഗീതയിൽ ഭക്തിയോഗത്തിൽ 34ാമത്തെ ശ്ലോകത്ത് പറയുന്നു, അഹം ഭക്തപരാധീനോ. ഭാഗവതത്ത് പറയുന്നു, എനിക്കെൻ്റെ ഭക്തനാണ് പ്രിയപ്പെട്ടത്. എൻ്റെ ഭക്തന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അപ്പോൾ പ്രേമസ്വരൂപനായ, ഭക്തജനപ്രിയനായ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഇവിടെ പറയുന്നു, എന്താണ്? സാധുബിർഗ്രസ്തഹൃദയോ ഭക്തേ ഭക്തജനപ്രിയ. മഹാവിഷ്ണു നേരിട്ട് ടെലികാസ്റ്റ് ചെയ്തതാണ് ഇത്. 18ാമത്തെ അധ്യായം ഭാഗവതത്തിൽ നോക്കിയാൽ ഇത് ഭഗവത്ഗീതയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായി മനസ്സിലാവും. 18ാമത്തെ അധ്യായമായ മോക്ഷസന്യാസയോഗത്തിൽ 65ാമത്തെ ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. മന്മനാഭവ മദ്ഭക്ത മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. ഇടയ്ക്ക് ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്നത് നന്നാവും. മന്മന ഭവ മദ് ഭക്ത. മന്മന മവമത് ഭക്ത. എൻ്റെ ഭക്തന്മാർ എന്തുകൊണ്ടും ശ്രേഷ്ഠരാണ്, എന്തുകൊണ്ടും ഉത്തമരാണ്. ഞാൻ പറയുന്നു, പ്രതിജാനെ, ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു, എൻ്റെ ഭക്തന്മാർ പ്രിയോസിമേ. പ്രിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ, പ്രിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ്, യോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു, ഐ ലവ് യു. ഇംഗ്ലീഷിൽ ഐ ലവ് യു എന്നാണ്. പ്രിയോ സി മേ. മേ എന്ന് പറഞ്ഞാൽ ഐ, പ്രിയോ എന്ന് പറഞ്ഞാൽ ലവ്. ഐ ലവ് യു. മേ പ്രിയോ സി, മേ പ്രിയോ സി മേ. അപ്പോൾ ഭഗവാൻ പൂർണ്ണാവതാരം എടുത്തിട്ട് നമ്മളോട് പറയുകയാണ്, ഇനി മുതൽ ഗുരുവായൂർ ചെന്ന് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ ക്യൂവിൽ നിന്ന് നാരായണ 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 ജപിച്ച് 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 ആ ജപത്തിലങ്ങനെ ലയിച്ച് ജയിച്ച് ആ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ, ആ പൊന്നോടെ കുഴലെ വിളിക്കുമ്പോൾ
ഇത് ഓർമ്മ വരണം. എന്ത്? മന്മന ഭവമദ്ഭക്ത മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ. ഭഗവാൻ പ്രതിജ്ഞ എടുക്കുന്നു. ഭഗവത്ഗീതയിൽ 18-ാമത്തെ അധ്യായത്തിൽ 65-ാമത്തെ ശ്ലോകത്തിൽ പ്രതിജ്ഞ എടുക്കുന്നു. എന്ത്? പ്രിയോസിമേ, ഐ ലവ് യു എന്ന്. അപ്പോൾ ആ പ്രേമസ്വരൂപനായ ഭഗവാൻ ഗുരുവായൂർ ശ്രീലകത്തിരുന്ന് നമ്മളോട് പറയുന്നു ഐ ലവ് യു എന്ന് പറയുമ്പോൾ നമുക്കും തിരിച്ചങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രേമത്തെ, ആ വിഗ്രഹത്തിലൂടെ വിശേഷഗ്രാഹ്യത ഇതി എന്താണ് ഗ്രഹിക്കേണ്ടത്? ആ പരമപ്രേമത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയഗുഹാക്ഷേത്രത്തിൽ ആവാഹിച്ചുകൊണ്ട്, കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിൽ ആവാഹിച്ചുകൊണ്ട് ആ ദർശനം സമ്പൂർണ്ണമാക്കിയിട്ട് തുടർന്നുള്ള ജീവിതം ആ ഭഗവത് പ്രേമത്തിൽ ജീവിക്കണം. അപ്പോഴോ നാം എന്താവും? അനന്യഭക്തനായി മാറും. അനന്യഭക്തനായി മാറുമ്പോഴോ നമുക്ക് ആ നവമസ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 68-ാമത്തെ ശ്ലോകം നോക്കാം. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മദന്യത്തേ ന ജാനന്തി നാഹം തേഭ്യോ മനാഗമ. സത്യം. ശ്രീമദ് ഭാഗവതം ഉണ്ടെങ്കിൽ എടുത്തു നോക്കണം. നവമസ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 68-ാമത്തെ ശ്ലോകമാണ്. ഹേ അംബരീക്ഷ, സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം. ഞാൻ എൻ്റെ ഹൃദയം മുഴുവൻ എൻ്റെ പ്രിയ പ്രേമഭാജനമായ ഭക്തനാണ്. ഭക്തൻ്റെ ഹൃദയം ഭഗവാനാകുമ്പോഴേക്കും ഭഗവാന്റെ ഹൃദയം ഭക്തനാകുന്നു. അപ്പോഴോ ഈ ഹൃദയം എന്താണ്? ഈ എക്യുപ്മെൻറ്റിലുപരിയായി അതിൽ നിറക്കേണ്ട കുറേ മാനവികതകൾ, കുറേ സദ്വികാരങ്ങളുടെ ഈറ്റില്ലമായി മാറണം. അപ്പോഴോ ഹൃദയം ക്ലക് 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 ഇങ്ങനെ ഹാർട്ട് ബീറ്റായി അടിക്കും. എത്ര? 60 മുതൽ 100 വരെ ആണ് നമ്മുടെ ഹൃദയമിടിപ്പ്. ഇത് മുഴുവൻ എന്താണ്? പ്രേമമാകണം, ഭഗവത് പ്രേമമാകണം. ഭഗവത് പ്രേമം വിശ്വം വിഷ്ണു വഷൾക്കാരോ, ഈ വിശ്വത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കണം. അപ്പോൾ ഈശാവാസ്യമിതം സർവം, പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലോടും ചരങ്ങളോടും ഉള്ള പ്രേമമാകണം. എന്ത്? ഈ 60 മുതൽ 80 വരെയുള്ള ഹാർട്ട് ബീറ്റ്. അപ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷറോ 120, 80, 120, 80 അതെന്താവണം? ടിക് 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 ടിക്. എന്താണത്? പരമപ്രേമം, പരമപ്രേമം, പ്രേമം, പ്രേമം. ഐ ലവ് മോ പ്രിയോ അസി, മേ പ്രിയോ അസി, മേ പ്രിയോ അസി, മേ പ്രിയോ അസി. എത്ര? 120, 80. അപ്പോഴോ ഓരോ കോശങ്ങളിലും 37.5 ട്രില്യൺ കോശങ്ങളിലും ഈ ഓക്സിജൻ എത്തും. ആ ഓക്സിജൻ്റെ പേരാണ് പരമപ്രേമസ്വരൂപനായ മേ പ്രിയോ അസി എന്ന ഭഗവാൻ. അപ്പോൾ ഓരോ കോശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന 37 ഡിഗ്രി സെൻറ്റിഗ്രേഡായ ഈ പ്രാണനാണ് പ്രേമസ്വരൂപനായ ഭഗവാൻ. അതുകൊണ്ട് ഹേ അംബരീക്ഷ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ അംബരീക്ഷൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് തന്നെ ഇത് പറഞ്ഞോളൂ എന്ന് നേരെ ഇദ്ദേഹം ഓടി ഭഗവത് ദാസാനുദാസനായ ഭഗവത് ഭക്തനായ അംബരീക്ഷൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അപ്പോൾ സാഷ്ടാംഗം നമസ്കരിക്കുമ്പോഴേക്കും നമ്മുടെ അംബരീക്ഷൻ സുദർശനത്തെ ധ്യാനിക്കുന്നു.
സുദർശനത്തെ ധ്യാനിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിൽ നാം കാണുന്ന സത്പ്രവൃത്തി ഏതിലും നന്മ കാണാനും നന്മ ചിന്തിക്കാനും നന്മ കേൾക്കാനും നന്മ പറയാനും നന്മ പ്രവർത്തിക്കാനും ഭദ്രം കർണേഭി പശ്യന്ത ഭദ്രം പശ്യമക്ഷഭിര്യജത്ര സ്ഥിരൈരംഗൈസ്തുഷ്ട്വാംശ വ്യശേമ ദേവഹിതം യദായു. കൃഷ്ണ യജുർവേദം പറയുന്നു, ഈശ്വര നിശ്ചയമായ ജീവിതം അവസാനിക്കുന്ന അവസാന നിമിഷം വരെ നന്മ കാണാനും ഭദ്രം നന്മ കേൾക്കാനും നന്മ പ്രവർത്തിക്കാനും നന്മ ചിന്തിക്കാനും ഉള്ള മനസ്സിൻ്റെ സദ്വികാരത്തെയാണ് ഈ സുദർശനം എന്ന് പറയുന്നു. ഇത് ചൊല്ലിക്കൊണ്ടാണ് അംബരീക്ഷൻ സുദർശനത്തോട് പറയുന്നത്. എന്നിട്ട് തുടർന്ന് സുദർശനത്തോട് പറയുന്നു, സുദർശനം നമസ്തുഭ്യം സഹസ്രാരാച്യുതപ്രിയ. അച്യുതന്, ഒരിക്കലും ച്യുതിയില്ലാത്ത അച്യുതന് ഇതാണ് പ്രിയം. ഏത്? ഈ നല്ലത് കാണാനും നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനുമുള്ള ഹൃദയത്തിൻ്റെ വിശാലത. ഇതാണ് വ്യാസൻ സർവാസ്ത്ര ഘാതിൻ, എല്ലാ ദുഃഖങ്ങളെയും ഹനിക്കാനുള്ള വിപ്രായ സ്വസ്തിഭൂയ. ഇങ്ങനെയുള്ള ഹേ വിപ്ര, ജന്മ ജായതേ ശൂദ്ര കർമ്മണ ജായതേ ദ്വിജ. നേരത്തെ ദ്വിജ എന്ന് പറയുന്നില്ലേ? അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഇവ ദ്വിജ. മനസ്സിലായില്ലേ? വേദാധ്യായോ ഭവേദ് വിപ്ര. ഇവിടെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അംബരീക്ഷൻ പറയുന്നു, വിപ്രായ സ്വസ്തി, ഈ അറിവ് നേടുന്നതാണ് സ്വസ്തി. ഈ വിപ്രന് സ്വസ്തി വരട്ടെ എന്ന് അംബരീക്ഷൻ ആശംസിക്കുന്നതോടുകൂടി ഭഗവത്ഗീതയിൽ ഒരു പ്രതിജ്ഞ എടുക്കുന്നു. പ്രതിജാനാഹി നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തനൊരിക്കലും പതിച്ചു നശിക്കില്ല. അപ്പോൾ ഭക്തനാരാണ്? ഭക്തനൊന്നുമില്ല, ഭക്തി കൊണ്ട്, സ്വസ്വരൂപാനുസന്ധാനം കൊണ്ട്, സന്തോഷം കൊണ്ട്, മോക്ഷകാരണ സാമഗ്രി ഭക്തിരേവ ഗരീയസി. സ്വസ്വരൂപാനുസന്ധാനം ശ്രീശങ്കര ഭഗവത്പാദര് വിവേക ചൂടാമണിയിൽ പറയുന്ന ആ അനന്യഭക്തി ശക്തിയായി കൊണ്ടു നടക്കാൻ എല്ലാവർക്കും ഈ അംബരീക്ഷനെ പോലെ സാധിക്കുമാറാകട്ടെ. അതിന് ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, പൂർണ്ണാവതാരമായ കൃഷ്ണൻ്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അംബരീക്ഷൻ ഉടൻ തന്നെ ദുർവാസാവിന് വിഭവ സമൃദ്ധം, ഒരു വർഷത്തിന് ശേഷം, ഈ ഒരു വർഷം അദ്ദേഹം അവിടെ ഒരു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു, അദ്ദേഹത്തിന് ആ അതിഥി പൂജകളൊക്കെ സൽക്കാരങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം അംബരീക്ഷനും ആഹാരം കഴിച്ച് രണ്ടുപേരും പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് ആ അംബരീക്ഷനെ അനുഗ്രഹിച്ച്, ഇവിടെ ദുർവാസാവിൻ്റെ ആ അനുഗ്രഹം കൊണ്ടാണ് അംബരീക്ഷൻ ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ അംബരീക്ഷൻ അവതരിക്കണം. നമ്മുടെ ഹൃദയങ്ങളിലാണ് ഈ മഹാവിഷ്ണുവിൻ്റെ ഈ അംബരീക്ഷ ചരിതം ആവിർഭവിക്കേണ്ടത്. നമ്മളും ഈ അംബരീക്ഷൻ്റെ നിലയിലേക്ക് ഉയരണം. എന്താണ് ജീവിതം? ബാഹ്യ ആഭ്യന്തര സമൃദ്ധവും അകത്തും പുറത്തും ഒരുപോലെ സമൃദ്ധമാകണം. ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ പാലിച്ചുകൊണ്ട്, അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഭാര്യയെ സ്നേഹിച്ചുകൊണ്ട്, അച്ഛനെ സ്നേഹിച്ചുകൊണ്ട്, ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, മക്കളെ സ്നേഹിച്ചുകൊണ്ട്, അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ബ്രഹ്മനിഷ്ഠ അണുകിട വ്യതിചലിക്കാതെ ജീവിച്ചുകൊണ്ട് എപ്പോഴും അന്തരാത്മാവായ കൃഷ്ണനിൽ ഭക്തി നിറച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം അംബരീക്ഷനെ പോലെ നിങ്ങൾക്കും എനിക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
നമ്മൾ എല്ലാ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കാമുകിമാർക്കും നമ്മുടെ കാമുകന്മാർക്കും എല്ലാവർക്കും ഇത് എത്തിച്ച് ജന്മം ധന്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ.